വരുന്നു. 12.5 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. തൃത്താല സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലാണ് 12.5 കോടി രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2022-23 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടത്തിന് ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. പല സാങ്കേതിക തടസ്സങ്ങളാലും നിർമ്മാണ പ്രവൃത്തികൾ നീളാൻ ഇടയായി. സാങ്കേതിക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായാണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. 2 നിലകളിലായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക. എല്ലാവിധ സൗകര്യങ്ങളും ഈ പുതിയ കെട്ടിടത്തിൽ ഉണ്ടാകും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു. പണി മുഴുവൻ കഴിഞ്ഞാൽ സിവിൽ ടെൻഡറിൻ്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക്കൽ ടെൻഡറിന് വേണ്ടി പുതിയ കെട്ടിടം കുത്തിപ്പൊളിക്കുകയാണ്. ഇത് മാറ്റാനാണ് പുതിയ സംവിധാനം കൊണ്ടുവന്നത്. കോമ്പോസിറ്റ് ടെൻഡർ വന്നതോടുകൂടി വലിയ മാറ്റം ഉണ്ടായി. ഈ കുത്തിപ്പൊളിക്കൽ പരമാവധി ഒഴിവായി. പരിസ്ഥിതി സൗഹൃദ നിർമ്മാണവും നടക്കുന്നു. അത്തരം നിർമ്മാണങ്ങൾ വ്യാപകമാകുന്ന ഘട്ടമാണിത്. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിൻ്റെ പരിസ്ഥിതിയിലുണ്ടാക്കുന്ന മാറ്റം കണക്കിലെടുത്ത് നമ്മുടെ കെട്ടിട നിർമ്മാണ മേഖലയിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നിർമ്മാണ മേഖലയിൽ നടത്തി മുന്നോട്ട് പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ മന്ത്രി MP രാജേഷ് അധ്യക്ഷനായിരുന്നു. തൃത്താല മണ്ഡലത്തിൽ താൻ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മന്ത്രി MP രാജേഷ് സൂചിപ്പിച്ചു. തൃത്താല ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നീളാനുണ്ടായ സാഹചര്യവും മന്ത്രി ചടങ്ങിൽ വിശദീകരിച്ചു. 12.5 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചെങ്കിലും കുറച്ച് കാലതാമസമുണ്ടായി. കാലതാമസത്തിന്റെ കാരണം സാങ്കേതികമാണ്, പണം നീക്കിവെക്കാത്തതല്ല. ആദ്യം വന്ന പ്രശ്നം ആദ്യം തയ്യാറാക്കിയ ഡ്രോയിങ് മാറ്റേണ്ടി വന്നു എന്നതാണ്. ചെയ്ത എല്ലാ ജോലിയും വീണ്ടും ചെയ്യേണ്ടി വന്നു. അപ്പോൾ കുറേ സമയം അങ്ങനെ നഷ്ടപ്പെട്ടു. പിന്നെ വന്ന പ്രശ്നം മരം മുറിക്കണം എന്നതാണ്. മരം മുറിക്കുക എന്ന് പറയുമ്പോൾ ലളിതമായിട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കും. സർക്കാരിന്റെ സ്ഥലത്ത് നിൽക്കുന്ന മരം മുറിക്കുക എന്ന് പറഞ്ഞാൽ ലളിതമായ കാര്യമല്ല. അതിന് വാല്യുവേഷൻ എടുക്കണം. അതിനാളെ കിട്ടാത്ത പ്രശ്നം വന്നു അല്ലേ. അത് മാസങ്ങൾ നീണ്ടുപോയി. അതിന് പലതവണ സോഷ്യൽ ഫോറസ്ട്രിക്കാരുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിച്ച് ദേഷ്യപ്പെട്ട് അങ്ങനെയൊക്കെയാണ് അവസാനം വാല്യുവേഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ടെൻഡർ ചെയ്തപ്പോൾ എടുക്കാൻ ആളില്ല. 3 തവണ ടെൻഡർ ചെയ്തിട്ട് ആളെ കിട്ടിയില്ല. അവസാനം 4ാമത് ആ കാരണം കൊണ്ട് പിന്നെ വാല്യുവേഷൻ കുറച്ച് മുറിച്ചു മാറ്റുകയാണ് ചെയ്തത്. തൃത്താല മണ്ഡലത്തിൽ പ്രഖ്യാപിച്ച നഴ്സിംഗ് കോളേജിൽ ഈ വർഷം മുതൽ തന്നെ ക്ലാസുകൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർക്ക് ലോകത്താകെ വലിയ സ്വീകാര്യതയാണ്. അതുപയോഗിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് 2 രാജ്യങ്ങളുമായി കരാർ ഒപ്പിട്ടത്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നഴ്സുമാരെ നമ്മൾ പരിശീലിപ്പിച്ച് അയച്ചാൽ കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരം കിട്ടും. അങ്ങനെ കൂടുതൽ നഴ്സിംഗ് കോളേജുകൾ കേരളത്തിൽ ആരംഭിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ആദ്യത്തെ ബാച്ചിൽ തലയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ വർഷം തന്നെ ക്ലാസുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് നമ്മൾ. കാരണം നഴ്സിംഗ് കോളേജ് ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ആശുപത്രി കെട്ടിടം ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ കടമ്പകളുണ്ട്. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന, തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, മുൻ MLA VK ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.